സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ക്രിസ്തീയ കീർത്തനങ്ങൾ 11-ാമത്തെ ഗീതം പാടി സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കാം. കർത്തനേ, പകലിലെന്നെ നീ കാവൽ ചെയ്തതിമോദമായി ചേർത്തണച്ചു നിൻ പാദത്തിലായതോർത്തടി പണിയുന്നു ഞാൻ. ചേർത്തണച്ചു നിൻ പാദത്തിലായതോർത്തടി പണിയുന്നു ഞാൻ. പക്ഷികൾ കൂടണഞ്ഞു കൊണ്ടവ നിർഭയമായി വസിക്കുമ്പോൾ പക്ഷമോടെന്റെ രക്ഷക തവ വക്ഷസിലണഞ്ഞിടുന്നേ. പക്ഷമോടെന്റെ രക്ഷക തവ വക്ഷസിലണഞ്ഞിടുന്നേ. ഭൂതലയുദിച്ചുയർന്ന സൂര്യശോഭ പോയി മറഞ്ഞിടുന്നു. നീതി സൂര്യനെ മോദമോടകതാരിൽ നീ ഉദിക്കണമേ. നീതി സൂര്യനെ മോദമോടകതാരിൽ നീ ഉദിക്കണമേ. പ്രാണനായകനേശുവേ, നീ രാത്രിയിൽ എഴുന്നള്ളിയാൽ ആനന്ദത്തോടെ ദാസനും എതിരേൽക്കുവാൻ തുണയ്ക്കണമേ. ആനന്ദത്തോടെ ദാസനും എതിരേൽക്കുവാൻ തുണയ്ക്കണമേ. ഇന്നു രാത്രിയിൽ എൻ്റെ ജീവനെ നീ എടുത്തിടുകിൽ വിഭോ. നിന്നിൽ ഞാൻ നിദ്ര കൊണ്ടു വിശ്രമിച്ചിടുവാൻ കൃപ നൽകണേ. നിന്നിൽ ഞാൻ നിദ്ര കൊണ്ടു വിശ്രമിച്ചിടുവാൻ കൃപ നൽകണേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പശ്ചാത്തമ്പുരാനെ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ നിന്റെ മുൻപാകെ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൃത്യങ്ങളുടെ ബഹുലത നിമിത്തം നിന്നോട് പ്രാർത്ഥിച്ച് യാചിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളെ ന്യായം വിധിക്കരുതേ. ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരുന്നവരും നിന്റെ കരുണയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്നവരും നിന്റെ അനുഗ്രഹങ്ങൾ നിത്യേന അനുഭവിക്കുന്നവരുമായി തീരണമേ. സകലത്തിൻ്റെയും പ്രഭുവും അധിപതിയുമായിരിക്കുന്ന ദൈവമേ, നിങ്കലേക്ക് മടങ്ങി വരുവാനും തിരുവചനപ്രകാരം ജീവിച്ച് ഞങ്ങളുടെ കാലം കഴിക്കുവാനും ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഓശോ വബുക്കുലസ്ബാൻ ലവൽമീൻ. ആമീൻ. 112 മസ്മൂർ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ പ്രമോദിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ മക്കൾ ദേശത്തെ പ്രബലന്മാരായിരിക്കും. പരമാർത്ഥിയുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ ഭവനത്തിലുണ്ട്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. കരുണയും കൃപയും നീതിയും ഉള്ളവർക്ക് തന്നെ. ഔദാര്യത്തോടെ വായ്പ കൊടുക്കുകയും നീതിയോടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് നന്മയുണ്ടാകും. അവനൊരിക്കലും കുലുങ്ങുകയില്ല. നീതിമാന്റെ ഓർമ്മ നിത്യവും നിലനിൽക്കും. ദുർവാർത്തകളെ അവർ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം സ്ഥിരവും യഹോവയിൽ ആശ്രയമുള്ളതുമായിരിക്കും. അവന്റെ ഹൃദയം നിർഭയമായിരിക്കും. ഒടുവിൽ ശത്രുക്കളുടെ പരാജയം അവൻ കാണും. അവൻ ദരിദ്രന്മാർക്ക് ഔദാര്യമായി നൽകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവന്റെ കൊമ്പ് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കും. ദുഷ്ടൻ കണ്ട് അസ്വസ്ഥനാകും. അവൻ പല്ലുറുമ്പി കുരുകിപ്പോകും. ദുഷ്ടന്റെ പ്രതീക്ഷകൾ നിഷ്ഫലമായി തീരും. ദൈവമേ സ്തുതിയോഗ്യമായിരുന്നു. ബാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. പുനരുത്ഥാന ദിവസത്തിൽ നോമ്പുകാർക്ക് ഭാഗ്യം. എന്തെന്നാൽ അവർ പ്രഭയും തേജസ്സും മഹത്വവും ധരിക്കുന്നു. നമ്മുടെ കർത്താവ് നോറ്റു നോമ്പാൽ ദുഷ്ടനെയും അവന്റെ എല്ലാ ശക്തിയെയും ജയിപ്പാൻ തന്റെ സഭയെ താൻ പഠിപ്പിച്ചു. നോമ്പാലും പ്രാർത്ഥനയാലും കർത്താവ് പ്രീതിപ്പെടുന്നു.
അതിൽ ഉറ്റിരിക്കുന്നവൻ പരിശുദ്ധ റൂഹായുടെ വാസസ്ഥലമായി തീരുന്നു. നിനുവായക്കാർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് പരിശുദ്ധ നോമ്പിനെ നോൽക്കുകയും ദൈവത്തോട് നിരപ്പാകുകയും ചെയ്തു. പർവ്വതത്തിൽ വെച്ച് മോശ പരിശുദ്ധമായ നോമ്പ് നോൽക്കുകയും മേഘതമസ്സിനുള്ളിൽ അവന്റെ മുഖം പ്രകാശിക്കുകയും ചെയ്തു. ഏകജാതനായ പുത്രനെ അയച്ച പിതാവിന് സ്തുതി. താൻ നമുക്ക് വേണ്ടി ഉപവസിക്കുകയും ഉപവസിപ്പാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. നീതിമാന്മാർക്കും നോമ്പുകാർക്കും കൂലിയും പ്രതിഫലവും വാഗ്ദത്തം ചെയ്ത നല്ലവനായ തനിക്ക് സ്തുതി. സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നിത്യവും നിരന്തരം ഓർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സൃഷ്ടാവായ ഏകദൈവവും കരുണാനിധിയായ ഏകകർത്താവും പരിശുദ്ധ മൂന്ന് കുനുമാകളായി അറിയപ്പെടുന്നവനുമായ കർത്താവിന് സ്തുതി. ഉത്തമനായ തനിക്ക് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ വബുക്കുലസ്ബാൻ ലോൽമീ. ആമേൻ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിർമ്മാതാവും മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി സ്വർഗം തുറന്ന് ഇറങ്ങി വന്നവനുമായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളെയും അതിക്രമങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അകൃത്യം ചെയ്യുന്നവരെ തിരിക്കണമേ. അനീതിക്കാരെ നീതിയുള്ളവരാക്കണമേ. ദൂരസ്ഥരെ അടുപ്പിക്കണമേ. പാപികളോട് കരുണ ചെയ്യണമേ. തെറ്റിപ്പോയവരെ സത്യമാർഗത്തിലേക്ക് തിരികെ വരുത്തണമേ. അശുദ്ധരെ വിശുദ്ധീകരിക്കണമേ. മോഹാതുരരെ പരിവാഹതയുള്ളവരാക്കണമേ. ബലഹീനരെ താങ്ങണമേ. ഹൃദയം തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വീണുപോയവരെ എഴുന്നേൽപ്പിക്കണമേ. ആത്മദുഃഖത്തോടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. പരിപൂർണത പ്രാപിച്ചവരെ കാത്തുകൊള്ളണമേ. നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. അനുതാപകളിൽ പ്രസാദിക്കണമേ. കന്യാവ്രതക്കാരെ പൂർണ്ണരാക്കണമേ. നീതി പ്രവർത്തിക്കുന്നവരോടും വിശുദ്ധരോടും കൂടെ നീ എപ്പോഴും ഇരിക്കണമേ. താഴ്മയുള്ളവരിൽ വസിക്കണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. യുദ്ധങ്ങളെ ഇല്ലാതാക്കണമേ. ന്യായാധിപന്മാരെയും ഭരണാധികാരികളെയും സമാധാനപ്പെടുത്തണമേ. തിരുസഭയുടെ കൊമ്പിനെ ഉയർത്തണമേ. അതിൻ്റെ മക്കൾക്ക് സമാധാനം നൽകണമേ. അതിൽ നിന്ന് ഭിന്നതകളെയും നാശകരമായ വേദവിപരീതങ്ങളെയും ഉദ്ദേശങ്ങളെയും മായ്ച്ചു കളയണമേ. അതിനുവേണ്ടി പോരാടുന്ന ഇടിയന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. ഹോശോ വബുക്കുലസ്ബാൻ ലവൽമീൻ. എല്ലാം ഞാൻ പരിശോധിച്ചു. ദൈവഭയത്തേക്കാൾ ശ്രേഷ്ഠം ഞാൻ ദർശിച്ചില്ലതിനെ. സ്നേഹിപ്പോർധന്യർ നീതിപരൻ ശ്രേഷ്ഠൻ യൗസേപ്പതിനെ സ്നേഹിച്ചു. ശ്രേഷ്ഠൻ മോശ വിഭാഗിച്ചു വടിയാൽ വാരീതിയെ. ഹാനനിയെന്നവർ സ്നേഹിച്ചു. അഗ്നിയിൽ നിന്നവർ രക്ഷിതരായി. തങ്കത്തെക്കാളതു ശ്രേഷ്ഠം. തേനിലും അതു മധുരം കാമ്യം. ദൈവത്തിൻ
വചനത്തെ സ്നേഹിപ്പോൻ ധന്യൻ ബാരയ്ക്കുമോ. മെന്നോലം വാദാമുല്ലോലം മുൽമീനാമീൻ. കർത്താവേ കൃപ ചെയ്യണമേ, നിൻ കരുണാബാഹുല്യത്താൽ പരിഹൃതമാകണമേ കടപരിഹാരങ്ങൾ. തൃക്കൈ നീട്ടി ശീമോനെ കടലിൽ താഴാതെ, തൃക്കൈ നീട്ടി ഞങ്ങളെയും കോരിയെടുക്കേണമേ. കർത്താവേ കൃപയുണ്ടാകണമേ, ഞങ്ങളനേകം പാപങ്ങൾ ചെയ്തു നിലവിളി കൂട്ടിയിടും ഞങ്ങൾ. പാപിനി ചുങ്കക്കാരൻ പോൽ കരുണ നിറഞ്ഞോൻ മശിഹ കൃപയുണ്ടാകണമേ. മുറിയോറാഹെ മേലൈനു ആധാരൈ. യജമാനന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ശുശ്രൂഷകന്മാർ നമ്മുടെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്ത വേലക്കാർ തന്നിൽ നിന്ന് കൂലി പ്രാപിക്കുന്നു. പ്രഭാതം മുതൽ സന്ധ്യ വരെ ഞങ്ങൾ വേല ചെയ്തുവല്ലോ, ഞങ്ങൾക്ക് കൂലി തരണമേ എന്നവർ പറയുന്നു. നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ തരും. പുനരുത്ഥാനത്തിൽ മുഖപ്രസന്നതയും അധികമായി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് താൻ ഉത്തരമരുളുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സാധിക്കണമേ. ഞങ്ങളിൽ നിന്ന് തിരുവമുക്തിരിക്കരുതേ. വളരെ കരുണയുള്ള നല്ലവനെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സമാധാനവും യോജിപ്പും വരുത്തണമേ. നാഥാ ദൈവമേ, തിരുസഭയിൽ നിന്ന് ഭിന്നതകളെ നീക്കണമേ. സർവസൃഷ്ടികളുടെയും നാഥനെ, ന്യായവിധി ഭയങ്കരവും നിന്റെ ശിക്ഷ കഠിനവും അത്രേ. നിന്റെ സിംഹാസന മുൻപിൽ നിൽപ്പാൻ ആർക്ക് കഴിയും? നീ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതായ ശരീരരക്തങ്ങളെയും ഞങ്ങളെ ധരിപ്പിച്ച മാമോദീസ വസ്ത്രവും ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമാറാകണമേ. നിന്റെ വരവിന്റെ ദിവസത്തിൽ ഞങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കരുതേ. പാപത്തിൽ വീണുപോയ ദാവീദ് നിന്നോട് അപേക്ഷിച്ചു, നീ അവന് പാപപരിഹാരം നൽകി. നല്ല ഇടയാ നിന്റെ ശോഭയോട് കരുണ ചെയ്യണമേ. തിരുമുമ്പാകെ ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് ദിവസവും ഞങ്ങളുടെ തിന്മകൾ വർദ്ധിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. പാപത്തിന്റെ സർവ്വകരങ്ങളിൽ നിന്നും നിസ്വപായാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. എന്തെന്നാൽ നീ ഞങ്ങളിലും ഞങ്ങളിൽ നിന്നിലും കലർത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. പാപികളോട് കരുണ ചെയ്യുന്ന മിശിഹായേ, ഞങ്ങളോട് പോരാടുന്ന പിശാചിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ. ഹാലേലൂയ ഹാലേലൂയ.
എൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും ബാരയ്ക്കുമോ ശുഭഹോലാബോല ബറോവൽ റൂഹോ കാദീശോ മിന്നോലം വാദാമുല്ലോലം ഉൽമീനാമീൻ. പുനരുത്ഥാനത്തിൻ ഇടിനാദം പാതാളത്തിൽ പൊങ്ങും മൃതികിടിലം കൊള്ളും നവ്യത നേടും ഗാത്രങ്ങൾ സുതരായോർ കൻപുടയോനേ നവ്യത നൽകേണമേ സ്തൗമൻ ഗാലോസ് കുറിയേലായിസോ. കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലത്ത് പള്ളികളിലും ദേറായകളിലും നിന്നുകൊണ്ട് നിന്നെ ശുശ്രൂഷിക്കുകയും നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുകയും വിശുദ്ധ ഗാനങ്ങൾ പാടുകയും ചെയ്യുന്ന മേൽപ്പട്ടക്കാരുടെയും പട്ടക്കാരുടെയും ശംശാന്മാരുടെയും നിന്റെ ജനത്തിൻ്റെയും കടങ്ങൾ തിരുശരീരത്താൽ പരിഹരിക്കപ്പെടുമാറാകണമേ. അവരുടെ പാപങ്ങൾ തിരുരക്തത്താൽ ക്ഷമിക്കണമേ. കർത്താവേ, നിനക്ക് സ്തുതി എന്ന് അവർ നിന്റെ വലവാകെ പാടുമാറാകണമേ. കർത്താവായ യേശുവേ, നിന്റെ കൃപയെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് നിന്റെ നീതിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യരുടെ മുൻപാകെ എന്നെ പറയുന്നവരോട് കരുണയോടെ ഞാൻ ഉത്തരം പറയുമെന്നും സ്വർഗസ്വനായ എൻ്റെ പിതാവിന്റെ മുൻപിലും വെച്ച് ഞാൻ അവരെ ഏറ്റുപറയുകയും എന്നുമല്ലോ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് കർത്താവേ, നിന്റെ ന്യായസിംഹാസനം സ്ഥാപിക്കുമ്പോൾ നീതിമാന്മാർ അനുഭവിക്കുന്ന ആനന്ദത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വന്ന് ഞങ്ങൾ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കന്മേൽ കരുണ ചെയ്യണമേ. ശ്രേഷ്ഠരാക്കുന്ന ആയുധമാകുന്നു. മുദ്രകാലത്ത് ശ്രേഷ്ഠന്മാർക്ക് ആവശ്യമാകുന്നു. അത് നിമിത്തം രാജഭക്തന്മാർക്ക് പോരാട്ടത്തിൽ ആയുധമായിരിക്കേണ്ടതിന് ദൈവത്തിനെ നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നീ മടിയനാകാതെ ധൈര്യമായിരിക്കാം. എന്തെന്നാൽ ദൈവപുത്രന്റെ പ്രാർത്ഥന മുഴുവൻ നിനക്ക് വേണ്ടിയാകുന്നു. ശക്തിയുള്ള തന്റെ പ്രാർത്ഥനയിൽ നിന്റെ പ്രാർത്ഥനയെ കൂട്ടിച്ചേർക്കുക. എന്തെന്നാൽ അതുമൂലം താൻ നിന്റെ പ്രാർത്ഥന കൈക്കൊള്ളുകയും ചെയ്യുന്നു. ദൈവമേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ, ഉത്തരമരുളിക്കാരണമേ. മനുഷ്യമക്കളുടെ ആയുസ്സിനെ അനുതാപത്തിലേക്ക് തിരിപ്പിക്കണമേ. ഈശാനാഥ വരിക തുണപ്പാൻ വിളികൂട്ടുന്നു. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഈശാനാഥ ഈരയനാഥ മാലാകേശ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ആദാസുതാത്മാവേശോഭിപ്പിക്കെന്നുടെ ഹൃദയം നിൻവാതിൽക്കൽ മുട്ടുന്നടിയാൻ ഉത്തരമേക. ശോഭിപ്പിക്കൻ നയനങ്ങളെ നിൻ സത്യം കാൺമാൻ നിന്ദയവിൽ ഞാൻ അഭയം ചേർന്നേൻ കാക്കണമെന്നേ. യാചിപ്പോനാം എന്നിൽ ശുദ്ധ
ഹൃദയം നൽക ജീവജ്ഞാനം നിന്നീറവിൽ നിന്നേകണമെന്നിൽ. ആത്മീയായുധമേകുക തുണയായി ദുഷ്ടനെതിരായി നിന്നാമത്തിൽ മുദ്രിതനാക്കി കാക്കണമെന്നേ. ഭാഗ്യം ഞാൻ സ്നേഹിച്ചെത്തി നിൻ പിന്നാലെ ലജ്ജിക്കാൻ ഞാൻ നിന്റെ വലങ്കൈ മേവണമെന്നിൽ. നിൻവക ഞാനായി തീരുക മാത്രം എന്നോട് ഇഷ്ടം നാഥാ കരുണാപരനെ വന്നിപ്പേ ഞാൻ. നിന്നിൽ നിന്നും ദയ പ്രാപിച്ചേൻ ലജ്ജിക്കാൻ ഞാൻ വാണിജ്യതുല്യം എൻ ഹൃത്തേൽക്കും നിന്നിക്ഷേപം. സൽഗ്രന്ഥം ഞാൻ വായിച്ചറിവിൽ വർദ്ധിക്കേണമേ. ജീവിപ്പിക്കി ദാസൻ ദാസി സുതനാമെന്നേ. ഇന്മൈ രക്തം പ്രാപിച്ചതിനാൽ ജീവൻ നൽക കോട്ടയ്ക്കു സമം നിൻകുരിശെന്നെ കാവൽ ചെയ്യുക. പ്രാർത്ഥിച്ചേ നിൻ വലതു കരത്തെ ചേർക്കണമെന്മേൽ നല്ലിടയാ നിന്നജഗണ മധ്യേ കുഞ്ഞാടാക്ക. ലോകപിതാവേ ജീവാധിപാ നിൻ നാമം സ്തുത്യം കാഴ്ച സമാനം സവിധേ പൂകട്ടന്നർത്ഥനയും. സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ടടിയാരുടെ മേൽ കൃപ ചെയ്യണം. എൻ്റെ കർത്താവേ, നിന്റെ മേൽ ശരണം വെച്ച് നിന്നിൽ ഞാൻ സങ്കേതം പ്രാപിച്ചിരിക്കുന്നു. നിന്നെ വിളിച്ച് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനകൾക്ക് സൗഖ്യവും എൻ്റെ കടങ്ങൾക്ക് പരിഹാരവും ഇടപെടാതെ ഞാൻ യാചിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാനും നിന്റെ കാവലിൽ വസിപ്പാനും നിന്റെ കാരുണ്യം പ്രാപിപ്പാനും എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ കർത്താവേ, മ്ലേച്ഛതകളിൽ നിന്ന് അകന്നിരിക്കുന്നതും ദോഷങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്നതുമായ ജീവിതം ഈ ലോകത്തിൽ ജീവിപ്പാൻ കൃപ നൽകണമേ. സമാധാന മനുഷ്യർക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് എന്നെ യോഗ്യനാക്കണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ മുഖപ്രസാദത്തോടെ കാണപ്പെടുവാൻ എനിക്ക് കൃപ നൽകണമേ. നന്മകളുടെ ആനന്ദാനുഭവത്തിനും സന്തോഷങ്ങളുടെ മണിയറയ്ക്കും എന്നെ യോഗ്യതയുള്ളവനാക്കി തീർക്കുകയും ചെയ്യണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും
സകല സൃഷ്ടിക്കും നാഥനുമായാലും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ കന്യമറിയാവുന്ന ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത്തിനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പ്രകാരം മൂന്നാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എതിർപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെയും പരിപാലിക്കുന്നതിനുമായ യേശുമിശിഹായ ഏകകർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വരത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലിക അപ്പോസ്തലനുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. പാറയ്ക്കുമോർ സ്തോമൻ കാലോസ് ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈയടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപെടുകിൽ നിൻ കൃപമോചനം എനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രമതേക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാൽ നല്ലയുറക്കമെനിക്കു നിതാ. ആകാശസ്വപ്നമശുദ്ധിയിൽ നിന്നെന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം രാമുഴുവൻ. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖായേ എനിക്കു നിതരണം കർത്താവേ. വേഷതപ്പെട്ടോരിച്ഛയിൽ നിന്നെന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഉയരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസഭയം നിൻ രക്തം. നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എൻ്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടുകിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എന്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മാപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനണച്ചവനെ എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീബാമരണത്താൽ എൻ്റെ ആയുസ്സു കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ എൻ്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ.
ഞങ്ങളുടെ രക്ഷകനാം മശിഹാ നാഥ അടിയാർ കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി, നിൻ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവുകൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൻ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. പ്രിയലായിസോ, പ്രിയലായിസോ, സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായും പിശാചുകൾക്ക് ഭയങ്കരമായതും മാലാകമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവപുത്രന്റെ വന്യമായ സ്ലീബ രാപ്പകൽ നമ്മെ കാത്തുമറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരങ്ങളായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണികളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും പ്രാക്രവുമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും കൈക്കൊള്ളപ്പെട്ടവയുമാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ.